നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ വളരെ സൗകര്യമായി ജീവിക്കുന്നുണ്ട്. എത്ര ശക്തമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്ത് ജീവിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയും രാജ്യത്ത് ജീവിക്കുന്ന പല സാമുദായിക സംഘടന പിന്തുണയോടുകൂടി ഇപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായതാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ. മറ്റ് സംസ്ഥാനങ്ങളില്ല എന്നല്ല, നമ്മുടെ കേരളത്തിൽ പോലും ഏറ്റവും അധികം രാജ്യവിരുദ്ധർ, അതായത് വിദേശത്തെ സിറിയയിലേക്കും IS റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. കേരളം അതിൻ്റെ ഒരു ഹബ്ബാണെന്ന് പറയാറുണ്ട്. ധാരാളം സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് DGPമാർ പോലും പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും കേരളത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോഴും അതിലൊന്നും വലിയ അലംഭാവം കാണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഈ അടുത്ത കാലത്ത് ജമ്മു കാശ്മീരിലെ രജൗരി എന്ന് പറയുന്ന സ്ഥലത്ത് 45 ദിവസത്തിനിടെ 3 കുടുംബങ്ങളിലെ 17 പേർ മരിക്കുകയുണ്ടായി. കുറേ സ്ഥലങ്ങളിൽ 43 കുടുംബങ്ങളിലെ 17 പേർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു മാസം 1.5 മാസം കൊണ്ട് മരിച്ച സംഭവം ഉണ്ടായി. അതിന് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് വല്ലാത്ത, അത് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ അത് ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരുന്നു. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ പ്രാഥമിക അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അത് ചില രോഗങ്ങളാണോ അജ്ഞാത രോഗങ്ങളായിട്ട് ആണോ എന്ന പല സംശയങ്ങൾ അന്ന് ഉയർന്നു. കാരണം ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള അടുത്തടുത്ത വീട്ടിലുള്ളവരുടെ 10-17 പേർ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും പ്രത്യേക എന്തെങ്കിലും ആ കുടുംബത്തിനെ മാത്രം ബാധിക്കുന്ന രോഗമാണോ, അത് ഒരുപക്ഷെ അങ്ങനെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ആ തരത്തിലും നമ്മുടെ ആരോഗ്യ വിഭാഗങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആഭ്യന്തര വിഭാഗവും അത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചു. അപ്പോഴാണ് ബവോളിയിൽ, അതായത് അവിടെ ഈ പ്രദേശത്ത് രജൗരിയിലെ ബവോളി എന്നുള്ള സ്ഥലത്ത് ഒരു ജലസംഭരണി, അവിടെ ഒരു ജലസംഭരണിയുണ്ട്. ആ ജലസംഭരണിയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തി. ആ ജലസംഭരണിയിൽ നിന്ന് ആൾക്കാർ വെള്ളമൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. കുടിക്കാനും ഒക്കെ വെള്ളമെടുക്കുന്ന സ്ഥലമാണ് അവിടെ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തി. വൻ വിഷമല്ല, കുറേശ്ശെ നമ്മളെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കീടനാശിനിയാണ് അതിനകത്ത് നിന്ന് കണ്ടെത്തിയത്. ആ വെള്ളം വയറ്റിലെത്തിയവരാണ് മരിച്ചതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മരിച്ചവർ നേരിട്ട് ഇവിടെ നിന്ന് വെള്ളമെടുത്തതായോ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും മരണകാരണമെന്ന എന്താണ് മരണകാരണമെന്ന് അന്തിമ നിഗമനം വൈകാതെ പുറത്തുവിടും. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്, പ്രത്യേകിച്ച് അമിത്ഷാ ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഇടപെട്ടിരിക്കുകയാണ്. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ സംശയം ഇത് അട്ടിമറി തന്നെയാണെന്നാണ്. ജമ്മു കാശ്മീരിൽ നേരിട്ട് കല്ലെറിഞ്ഞ് നടന്ന ഒരു കാലഘട്ടമുണ്ട്. പട്ടാളക്കാർക്കെതിരായിട്ടും കല്ലെറിഞ്ഞ് നടന്നത്. അവസാനം അവിടെ തീവ്രവാദികളുടെ ഏത് വേലത്തരങ്ങളും അവിടെ നടന്നുകൊണ്ടിരുന്നു. കാശ്മീരിലെ പണ്ഡിറ്റുകൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതും അവിടുത്തെ ദയനീയമായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പം മൗലികവാദികളാണ് അവിടെ ഭരണവും അവിടുത്തെ അധികാരമെല്ലാം ഉറപ്പിച്ചു വച്ചിരുന്നത്. അവരുടെ കയ്യിലായിരുന്നു, തോക്കേന്ത്യ തീവ്രവാദികളുടെ കയ്യിലായിരുന്നു കുറേ കാലമായി കാശ്മീർ. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ചില പ്രത്യേക നിയമങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും 307 പോലുള്ള നിയമങ്ങൾ എടുത്തു മാറ്റുകയും അവിടെ ഗവൺമെൻറ് നേരിട്ട നിയന്ത്രണത്തിലുള്ള പല പരിഷ്കാരങ്ങളും വികസനങ്ങളും കൊണ്ടുവരികയും അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുകയൊക്കെ ചെയ്ത സംഭവം നമുക്കറിയാം. എന്തായാലും അങ്ങനെ രജൗരിയിലെ ബദാൻ ഗ്രാമത്തിലാണ് ഈ കൂട്ടമരണം ഉണ്ടായത്. 14 കുട്ടികളടക്കം മരിച്ച സംഭവം ദേശീയ ശ്രദ്ധ നേടിയതോടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. മരണകാരണം അറിയാൻ ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരെയും നിയോഗിച്ചിരുന്നു. പനി, ശരീരവേദന, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് രോഗികൾ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അജ്ഞാത രോഗമല്ലതാണോ എന്ന് സംശയിക്കേണ്ടി വന്നത്. ന്യൂറോടോക്സിൻ വിഭാഗത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്നും സംശയമുണ്ടായിരുന്നു അന്നു തന്നെ. ദുരൂഹ രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കേന്ദ്ര സംഘം തള്ളിക്കളഞ്ഞു. വൈറസോ ബാക്ടീരിയയോ മൂലമുണ്ടാകുന്ന രോഗമല്ല മരണകാരണമെന്ന് അവർ കണ്ടെത്തി. ഗ്രാമത്തിലെ ആദിവാസികൾ വെള്ളം ശേഖരിക്കുമെന്ന ആശങ്ക ഉള്ളതിനാൽ കീടനാശിനിസാന്നിധ്യം കണ്ടെത്തിയ വൈറോളജി അടച്ചിടാൻ പ്രാദേശിക ഭരണകൂടം ഉത്തരവിട്ടു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നയിക്കുന്ന സംഘത്തിൽ ആരോഗ്യം, കൃഷി, രാസവളം മന്ത്രാലയങ്ങളിലെ പ്രതിനിധികളും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും അംഗങ്ങളാണ്. സംഘം പ്രദേശത്ത് നിന്നും ശേഖരിച്ച ജലസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത്. 3500 സാമ്പിളുകളിൽ വൈറസുകൾ ഉണ്ടോ ബാക്ടീരിയകൾ ഉണ്ടായോ സാന്നിധ്യം
കണ്ടെത്തിയിട്ടില്ല. ഇത്രയും സാമ്പിൾ ഉപയോഗിച്ചിട്ടും കണ്ടെത്തിയിട്ടില്ല. അപ്പോഴാണ് ഈ പിന്നെ കീടനാശിനി വെള്ളത്തിലുള്ളതായിട്ട് കണ്ടെത്തിയത്. ഇത് ആഭ്യന്തര മന്ത്രാലയം കാര്യമായി അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇത് തീവ്രവാദികൾ കൃത്യമായിട്ട് നടപ്പിലാക്കിയ ഒരു അട്ടിമറി ശ്രമം തന്നെയാണെന്നാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. നോക്കുക, നമ്മുടെ രാജ്യത്ത് നേരിട്ട് നമ്മളെ തോൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ട്രോങ് ആയപ്പോൾ ആൾക്കാരുടെ കുടിവെള്ളത്തിൽ വിഷം കലക്കി ഇന്ത്യക്കാരെ കൊന്നൊടുക്കാം, പ്രത്യേകിച്ച് കാശ്മീരിൽ നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ തീവ്രവാദികൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം ട്രെയിനുകൾ അട്ടിമറിക്കുക, ട്രെയിൻ പാളങ്ങളിൽ കല്ലുകൾ കൊണ്ടിടുക, ഗ്യാസ് കുറ്റി കൊണ്ടിടുക, ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഈ പ്രതിപക്ഷങ്ങൾ ഇങ്ങനെ വാചാലരാകുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ, ഇത്തരം അട്ടിമറി പ്രവർത്തനങ്ങളെ കൂടി തള്ളിപ്പറയാനുള്ള ആർജവം ഈ പ്രതിപക്ഷം കൂടി കാണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.